നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. IPCയും CRPCയും ഇന്ത്യൻ തെളിവ് നിയമവും ഇനി ചരിത്രത്തിലേക്ക്. അധികാര കേന്ദ്രീകൃതമല്ല, സേവന കേന്ദ്രീകൃതമാണ് സദ്ഭരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് പര്യടനം പുനരാരംഭിക്കും. ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ഇന്ന് വർക്കല ശിവഗിരിയിൽ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റ് ഉച്ചകഴിഞ്ഞ് സെഞ്ചുറിയനിൽ തുടങ്ങും. വാർത്തകൾ വിശദമായി. 3 പുതിയ ക്രിമിനൽ നിയമ ബില്ലുകളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒപ്പുവച്ചു. കഴിഞ്ഞയാഴ്ച പാർലമെന്റ് പാസാക്കിയ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ ഇതോടെ നിയമമായി. IPCയും CRPCയും ഇന്ത്യൻ തെളിവ് നിയമവും ചരിത്രത്തിലേക്ക്. ഡെസ്ക് റിപ്പോർട്ട്. ഇതോടെ രാജ്യത്തെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പ്രധാന നിയമമായ 1860 ഇന്ത്യൻ പീനൽ കോഡിന് പകരം 2023 ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു. ശിക്ഷയുടെ രൂപത്തിൽ കമ്മ്യൂണിറ്റി സേവനം പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ 2ാം സംഹിത 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരം കൊണ്ടുവന്നതാണ്. അറസ്റ്റ്, പ്രോസിക്യൂഷൻ, ജാമ്യം എന്നിവയുടെ നടപടിക്രമങ്ങളാണ് CRPCയിൽ. ഭാരതീയ സാക്ഷ്യ 2ാം ബില്ല് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമാണ്. ഈ നിയമം ഇന്ത്യൻ കോടതികളിലെ തെളിവുകളുടെ സ്വീകാര്യതയെ നിയന്ത്രിക്കുന്നതാണ്. എല്ലാ സിവിൽ, ക്രിമിനൽ നടപടികൾക്കും ഇത് ബാധകമാണ്. FIR മുതൽ കേസ് ഡയറി വരെയും, കേസ് ഡയറി മുതൽ കുറ്റപത്രം വരെയും, കുറ്റപത്രം മുതൽ വിധി വരെയും മുഴുവൻ പ്രക്രിയയെയും ഡിജിറ്റൈസ് ചെയ്യാൻ ഈ നിയമനിർമ്മാണങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ നിയമങ്ങളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് വധശിക്ഷ നൽകാനും വ്യവസ്ഥയുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായും വ്യവസ്ഥകൾ ഏർപ്പെടുത്തി. ഭാരതീയ ന്യായ സംഹിതയിൽ 18 താഴെ പ്രായക്കാരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവും വധശിക്ഷയും നൽകാനും വ്യവസ്ഥയുണ്ട്. കൂട്ടബലാത്സംഗ കേസുകളിൽ 20 വർഷം തടവോ മരണം വരെ തടവോ ലഭിക്കാവുന്ന വകുപ്പുമുണ്ട്. ക്രിമിനൽ നീതിന്യായ സംവിധാനത്തിൽ ആദ്യമായി തീവ്രവാദത്തെ നിർവചിച്ചിട്ടുണ്ട്. അധികാര കേന്ദ്രീകൃതമല്ല, സേവന കേന്ദ്രീകൃതമാണ് സദ്ഭരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ ആദ്യ ശ്രേണി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. മാളവ്യയുടെയും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും അടക്കം ഓരോ സ്വാതന്ത്ര്യസമര സേനാനിയുടെയും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വ്യക്തമായ ലക്ഷ്യത്തോടെയും സംവേദനക്ഷമതയോടെയും നയങ്ങൾ രൂപീകരിക്കുകയും അർഹരായ ഓരോ വ്യക്തിക്കും വിവേചനമില്ലാതെ സേവനം നൽകുകയും ചെയ്യുമ്പോൾ നല്ല ഭരണമുണ്ടാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രാവിലെ നടക്കുന്ന വീർബാൽ ദിവസ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ യുവാക്കളുടെ മാർച്ച് പാസ്റ്റും പരിപാടിയിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. സാഹിബ് സാദുകളുടെ മാതൃകാപരമായ ധീരതയുടെ കഥകൾ പൌരന്മാരെ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ അറിയിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായി ഗവൺമെന്റ് രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സാഹിബ് സാദുകളുടെ ജീവിതകഥയും ത്യാഗവും വിവരിക്കുന്ന ഡിജിറ്റൽ പ്രദർശനം രാജ്യത്തെ സ്കൂളുകളിലും ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കും. വീർബാൽ ദിവസിനെക്കുറിച്ച ചരിത്രവും രാജ്യവ്യാപകമായി പ്രദർശിപ്പിക്കും. മൈ ഭാരത്, മൈ GOV പോർട്ടലുകൾ വഴി ഇന്ററാക്ടീവ് ക്വിസ് പോലെ വിവിധ ഓൺലൈൻ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വേഗമേറിയതും സൌകര്യപ്രദമായതുമായ ട്രെയിൻ യാത്രാ സൌകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ അമൃത് ഭാരത് എക്സ്പ്രസ് ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. ആദ്യ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. മനുഷ്യക്കടത്ത് സംശയിച്ച് ഇന്ത്യക്കാരുമായി ഫ്രാൻസിൽ തടഞ്ഞുവെച്ച എയർബസ് A340 വിമാനം മുംബൈയിലെത്തി. 275 യാത്രക്കാരാണ് വിമാനത്തിലുള്ളത്. ദുബായിൽ നിന്ന് 303 യാത്രക്കാരുമായി നിക്കരാഗയിലേക്ക് പോയ വിമാനം വ്യാഴാഴ്ചയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് കിഴക്കൻ ഫ്രാൻസിലെ വാട്ടർ വിമാനത്താവളത്തിൽ ഇറക്കിയത്. തുടർന്ന് യാത്രക്കാർ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഫ്രഞ്ച് പോലീസ് ഇടപെടുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് ഇന്ന് പര്യടനം പുനരാരംഭിക്കും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പര്യടനം പുനരാരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം, മാണിക്കൽ ഗ്രാമപഞ്ചായത്തുകളിലും കൊല്ലത്ത് പടിഞ്ഞാറേ കല്ലട, കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്തുകളിലും പത്തനംതിട്ടയിൽ റാന്നി അങ്ങാടി, റാന്നി ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയത്ത് തിടനാട്, പൂഞ്ഞാർ, തെക്കേക്കര എന്നിവിടങ്ങളിലും യാത്രയെത്തും. ഇടുക്കിയിൽ മറയൂർ, എറണാകുളം ജില്ലയിൽ രാവിലെ പാമ്പാക്കുടയിലും ഉച്ചകഴിഞ്ഞ് തിരുമാറാടിയിലും, പാലക്കാട്ട് നെല്ലിയാമ്പതി പഞ്ചായത്തിലും പാലക്കാട് ചെറുപ്പുളശ്ശേരി നഗരസഭകളിലും യാത്രാ പര്യടനം നടത്തും. മലപ്പുറത്ത് മക്കര
തളിപ്പറമ്പ് കൂട്ടിലങ്ങാടി, കോഴിക്കോട് മൂടാടി അരിക്കുളം, വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഇന്ന് യാത്ര. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ആന്തൂർ നഗരസഭകളിലും പായം അയ്യങ്കുന്ന് പഞ്ചായത്തുകളിലും യാത്ര എത്തും. നാമമാത്രമായ വാർഷിക പ്രീമിയത്തിലൂടെ 4 ലക്ഷം രൂപ ലഭിക്കുന്ന കേന്ദ്ര പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ ഈ പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ എൻറോൾ ചെയ്യുന്നതിന് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പലരെയും മാനസികമായി തളർത്താറുണ്ട്. കുടുംബത്തിന്റെ പ്രധാന വരുമാനദായകരിൽ ഒരാൾ വിട്ടുപിരിയുമ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവാതെ ദുഃഖിക്കുന്നവരെയും നമുക്കിടയിൽ കാണാം. അത്തരത്തിൽ ദുഃഖിക്കുന്നവർക്ക് കൈത്താങ്ങായാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയത്. വർഷത്തിൽ 20 രൂപയും 436 രൂപയും പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതികളാണിത്. ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധിയിൽ ഈ പദ്ധതി ഏറെ സഹായിച്ചുവെന്ന് വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ തളിപ്പറമ്പിലെ ഷീജ പറഞ്ഞു. ാണ് ഞാൻ ഇൻഷുറൻസിലേക്ക് ചേർന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിലാണ് മരിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് അതിന്റെ 2 ഇൻഷുറൻസിന്റെതും കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ആ സന്തോഷമാണ്. അതിന്റെ കൂടെ സങ്കടമുണ്ട്. എന്നാലും എനിക്കതൊരു ഉപകാരമായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ഇന്ന് വർക്കല ശിവഗിരിയിൽ നടക്കും. രാവിലെ 11-ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായിരിക്കും. 91ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ ജ്വലിപ്പിക്കുന്നതിന് ദിവ്യജ്യോതി പ്രയാണയാത്രയ്ക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. രാവിലെ ജില്ലാ അതിർത്തിയായ അഴിയൂരിലാണ് ആദ്യ സ്വീകരണം. വൈകിട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്തും. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 3-ന് ഇന്ന് തുടക്കമാകും. 4 ദിവസം നീളുന്ന ഫെസ്റ്റ് വൈകിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വാട്ടർ സ്പോർട്സ് ഇനങ്ങളും ഭക്ഷ്യമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറുന്ന ഫെസ്റ്റ് ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ തീരത്തും മറീന ബീച്ചിലും ചാലിയം, നല്ലൂർ, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലുമാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഉദ്ഘാടന ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ കോസ്റ്റ് ഗാർഡിന്റെ ആര്യമാൻ കപ്പൽ ജനങ്ങൾക്ക് സന്ദർശിക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫ്രീഡം ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കമാവും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുക. 2 മത്സര പരമ്പരയിലെ അവസാന മത്സരം അടുത്ത മാസം 3-ന് കേപ്പ് ടൌണിലാണ്. ഗ്രേറ്റർ നോയിഡയിൽ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മഞ്ജുറാണിയും സാക്ഷി ചൌധരിയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 48 കിലോഗ്രാം വിഭാഗത്തിൽ ഗുഡിക്കെതിരെയാണ് നിലവിലെ ചാമ്പ്യൻ മഞ്ജുറാണി മുന്നേറ്റം കാഴ്ചവെച്ചത്. 57 കിലോഗ്രാം വിഭാഗത്തിൽ പൊരുതിയ സാക്ഷി ചൌധരി 16ാം റൌണ്ടിൽ റഫ മൊഹിദിനെ പരാജയപ്പെടുത്തി. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജനത്തിരക്ക്. തങ്കഅങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ന് ശബരിമലയിൽ പൂജാ സമയക്രമത്തിൽ മാറ്റമുള്ളതിനാൽ ഭക്തരെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. രാവിലെ 11 മണിവരെ നിലയ്ക്കലെത്തുന്ന ഭക്തരുടെ വാഹനങ്ങൾ മാത്രമേ പമ്പയിലേക്ക് കടത്തിവിടൂ. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇന്ന് രാത്രി 8 മണിക്ക് ആരംഭിക്കും. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ക്ഷേത്രത്തിലെ പാർവതിയുടെ നട തുറക്കുന്നത്. പരമശിവൻ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിൽക്കുന്നതാണ് പ്രതിഷ്ഠ എന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അടുത്ത മാസം 6-ന് രാത്രി 8 മണിവരെയാണ് പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം. നെയ്യാറ്റിൻകര പുത്തൻകടയിൽ പുൽക്കൂട് പ്രദർശനത്തിന് താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം തകർന്നു വീണു. പരിക്കേറ്റ 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുപുറം ഫെസ്റ്റ് എന്ന പരിപാടിക്കിടെയായിരുന്നു അപകടം. ഫെസ്റ്റിൽ പുൽക്കൂടും അലങ്കാര കൂടാരങ്ങളും വെള്ളച്ചാട്ടവും ഒരുക്കിയിരുന്നു. വെള്ളച്ചാട്ടം കാണാൻ തടികൊണ്ട് നിർമ്മിച്ച താൽക്കാലിക പാലത്തിൽ 100ഓളം പേർ ഒരുമിച്ച് കയറിയതാണ് അപകടകാരണമെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ 2 പേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരം സ്വദേശിയായ കുറുമ്പൻ, സുഹൃത്ത് കരിമ്പുഴ സ്വദേശി ബാലു എന്നിവരെയാണ് കുറുമ്പന്റെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശബരിമല സന്നിധാനത്ത് സൌജന്യ വൈഫൈ സേവനത്തിന് ഇന്നലെ വൈകിട്ട് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു. IPCയും CRPCയും ഇന്ത്യൻ തെളിവ് നിയമവും ഇനി ചരിത്രത്തിലേക്ക്. അധികാര കേന്ദ്രീകൃതമല്ല സേവന കേന്ദ്രീകൃതമാണ് സദ്ഭരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ യാത്ര 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് പര്യടനം പുനരാരംഭിക്കും. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ഇന്ന് വർക്കല ശിവഗിരിയിൽ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റ് ഉച്ചകഴിഞ്ഞ് സെഞ്ചുറിയനിൽ തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.